ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्द राधा कान्द नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वतदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 6 മുതൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു. ഭക്തിയോഗം, ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഭക്തിയോഗം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന 6 അധ്യായങ്ങൾ, അതായത് 18 അധ്യായത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗം, പിന്നീടുള്ള 6 അധ്യായങ്ങൾ ഭക്തിയോഗം, അവസാനം ഉള്ള 6 അധ്യായം ജ്ഞാനയോഗം എന്നാണ്, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭക്തിയോഗ സെക്ഷനിലെ അവസാനത്തെ അധ്യായം കൂടിയാണിത്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ അധ്യായം മുതൽ നമ്മൾ ജ്ഞാനയോഗമാണ് കാണാൻ പോകുന്നത്. പിന്നെ അവസാനത്തെ അധ്യായം ഭഗവാൻ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഭഗവത്ഗീതയുടെ സാരം 18ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം 17 അധ്യായങ്ങളിൽ പറഞ്ഞത് എല്ലാം ചുരുക്കി അദ്ദേഹം 18ാമത്തെ അധ്യായത്തിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ തത്വങ്ങളും. അതാണ് അവസാനം കാണുന്നത്. ഓക്കെ, 6ാമത്തെ ശ്ലോകം 7ാമത്തെ ശ്ലോകം ഒരുമിച്ചാണ്. അപ്പോൾ ശ്ലോകം ഏതെങ്കിലും 2 ഭക്തർക്ക് വായിക്കാം. അതിനുശേഷം വേറെ അടുത്ത ഡിവോട്ടിക്ക് ട്രാൻസ്ലേഷനും ഭാവാർത്ഥവും വായിക്കാം. വലിയ ഭാവാർത്ഥമാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, 2-3 പാരഗ്രാഫ് വെച്ചിട്ട് ഒരാൾ വായിക്കുക, അടുത്ത ആൾക്ക് അവസരം കൊടുക്കുക. ഓക്കെ. യേ തു സർവാണി കർമാണി മയി സന്യാസമത്പരാ അനന്യേവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ തേഷാമഹം സമുദ്ധാർത്ത മൃത്യു സംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയി ആവേശിതചേതസാം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. യേ തു സർവാണി കർമാണി മയി സംന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ശ്ലോകം 7. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി നാചിരാത് പാർത്ഥ മയ്യാവേശീതചേതസാം. ഹരേ കൃഷ്ണ. വിവർത്തനമായിരിക്കണം പ്രഭു. അടുത്ത ആള്.
ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു ഹരേ ഡിവോട്ടിക്ക് കൃഷ്ണ കൂടെ പ്രഭു. ശ്ലോകം ഓം ഒരാൾക്കും കൂടെ നമോ വേണം. ഭഗവതി ഞാൻ ഓം പറഞ്ഞത് നമോ ഭഗവതി ശ്രദ്ധിക്കുക. വാസുദേവായ. 2 പേര് ശ്ലോകം വായിക്കുക, പിന്നെ അടുത്ത ആള് വിവർത്തനം ഭാവാർത്ഥം വായിക്കുക. ഭാവാർത്ഥം വലുതാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുക. ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ഭഗവത്ഗീത ക്ലാസ്സിലും ഭാഗവതം ക്ലാസ്സിലും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, കണ്ടിന്യൂ. സോറി മാതാജി, ഇടയിൽ. ഓം നമോ ഭഗവതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ പാർത്ഥ, എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു പോയിരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭഗവത് കൃപയാൽ താമസം വിന ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് മോചിതരാകുമെന്നതിനാൽ ഭക്തന്മാർ വളരെ ഭാഗ്യശാലികളാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ ഭക്തിയുത സേവനം നടത്തുന്ന ഒരാൾക്ക് ഈശ്വരന്റെ മഹിമാതിശയവും വ്യക്തിഗതാത്മാവിന്റെ ആശ്രിത തത്വവും മനസ്സിലാവും. ഭാഗവത സേവനമാണ് അയാളുടെ കർത്തവ്യം. അത് നിർവഹിക്കാത്ത പക്ഷം മായയുടെ സേവനത്തിലായിരിക്കും ഏർപ്പെടേണ്ടി വരിക. മുമ്പ് പറഞ്ഞതുപോലെ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ഭഗവാന്റെ മൂല്യമറിയാൻ സാധിക്കൂ. അതുകൊണ്ട് തികഞ്ഞ ഭക്തനാവുക. കൃഷ്ണനെ പ്രാപിക്കേണ്ടവർ കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കണം. കൃഷ്ണന് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. ഏതു രീതിയിലുള്ള പ്രവർത്തനമായാലും പ്രശ്നമില്ല, അത് കൃഷ്ണന് വേണ്ടിയായിരിക്കണം. ഭക്തിയുത സേവനത്തിന്റെ മാനദണ്ഡം അതാണ്. പരമദിവ്യോത്തമ പുരുഷനെ പ്രസാദിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു നേട്ടവും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണനെ പ്രീതിപ്പെടുത്തലാണ് അയാളുടെ ജീവിതോദ്ദേശം. അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെയ്തതുപോലെ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടി മറ്റെന്തും അയാൾ ത്യജിക്കും. ലളിതമാണ് ഈ പ്രക്രിയ. തന്റെ പ്രവൃത്തി ചെയ്യുക, അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അതീന്ദ്രിയമായ ഈ ജപം ഭക്തനെ ഭഗവാനിലേക്ക് ആകർഷിക്കും. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിച്ചോളൂ? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇങ്ങനെ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശുദ്ധഭക്തനെ അതിവേഗത്തിൽ സംസാര സാഗരത്തിൽ നിന്ന് മുക്തനാക്കാമെന്ന് ഇവിടെ പരമപുരുഷൻ സ്വയം വാഗ്ദാനം ചെയ്യുന്നു. യോഗാഭ്യാസത്തിൽ മികവ് നേടിയവർക്ക് യോഗ പദ്ധതി കൊണ്ട് ഇച്ഛാശക്തിയാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രഹങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കാൻ കഴിയും. മറ്റു ചിലർ ഈ അവസരത്തെ മറ്റു പല വഴിക്കും ഉപയോഗപ്പെടുത്തും. എന്നാൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് അയാളെ നയിക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭക്തന് പരമവ്യോമത്തിലേക്ക് ഉയരുവാൻ യോഗശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. വരാഹപുരാണത്തിൽ പറയുന്നു, നയാമി പരമം സ്ഥാനം അർച്ചിരാദീഗതിം വിനാ ഗരുഡസ്കന്ധ ആരോപ്യ യഥേച്ഛം അനിവാരിതഃ. ആധ്യാത്മിക ഗ്രഹങ്ങളിലേക്ക് ആത്മാവിനെ എത്തിക്കാൻ ഭക്തന് അഷ്ടാംഗ യോഗചര്യയുടെ ആവശ്യമില്ലെന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഭഗവാൻ തന്നെ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഭഗവാൻ തന്നെ സ്വയം വിമോചകനാകുമെന്ന് ഇവിടെ തുറന്നു പറയുന്നു. ഒരു ശിശു പൂർണ്ണമായും അച്ഛനമ്മമാരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് അതിന്റെ സ്ഥിതി സുരക്ഷിതവുമാണ്. അതുപോലെ ഒരു ഭക്തന് മറ്റു ഗ്രഹങ്ങളിൽ പ്രവേശിക്കാൻ യോഗാഭ്യാസ പരിശീലനം ആവശ്യമില്ല. കാരുണ്യാതിരേകത്താൽ ഭഗവാൻ സ്വയം ഗരുഡവാഹനത്തിലേറി വന്ന് അയാളെ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കും. സമുദ്രത്തിൽ വീണുപോയ ഒരാൾക്ക് എത്ര തന്നെ പാടുപെട്ടാലും നല്ലൊരു നീന്തൽക്കാരനാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ മറ്റൊരാൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അയാൾ രക്ഷപ്പെടും. ഭഗവാൻ ചെയ്യുന്നതും ഭക്തനെ ഭൗതിക ലോകത്തിൽ നിന്ന് എടുത്തു കയറ്റുകയാണ്. അയാൾ ലളിതമായ കൃഷ്ണാവബോധ പ്രക്രിയ കൈക്കൊണ്ട് ഭക്തിപൂർവ്വം സേവനത്തിൽ ഏർപ്പെട്ടാൽ മതിയാവും. ബുദ്ധിമാനായ ഏതൊരു മനുഷ്യനും ഈ ഭക്തി സേവനത്തിന്റെ വഴി തന്നെയാണ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുക. നാരായണീയത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാ വൈ സാധന സമ്പത്തി പുരുഷാർത്ഥ ചതുഷ്ടയേ തയാ വിനാ തദാപ്നോതി നരോ നാരായണാശ്രയഃ. പലവിധം ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ മാനസികമായ ഊഹാപോഹങ്ങളുടെ അറിവ് നേടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. യോഗ പ്രക്രിയകൾ, തത്വചിന്തനം, നിത്യാനുഷ്ഠാനങ്ങൾ,
യജ്ഞദാനാദി കർമ്മങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ഭഗവത് ഭക്തി കൊണ്ട് മാത്രം കൈവരുത്താം. അതാണ് ഭക്തി സേവനത്തിന്റെ വിശിഷ്ട അനുഗ്രഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടുന്നത് കൊണ്ട് തന്നെ ഭക്തന് എളുപ്പത്തിലും സുഖമായും പരമലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. മതസംബന്ധിയായ മറ്റേതൊരു പ്രക്രിയ കൊണ്ടും ആ ലക്ഷ്യം പോകാനാവില്ല താനും. ഭഗവത്ഗീതയുടെ 18-ാം അധ്യായം ഭഗവാൻ ഇങ്ങനെ ഉപസംഹരിക്കുന്നു: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആത്മസാക്ഷാത്കാരത്തിനായുള്ള മറ്റു പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണാവബോധത്തോടെ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുക. അത് ജീവിതത്തിന്റെ പരമമായ പരിപൂർണതയിലെത്താൻ സഹായിക്കും. ചെയ്തുപോയ പാപകർമ്മങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭക്തൻ കൃഷ്ണന് സ്വയം സമർപ്പിതനാണല്ലോ. അദ്ദേഹം പൂർണ്ണമായും ആ ചുമതല ഏറ്റെടുക്കും. ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ മോചനത്തിനായിക്കൊണ്ട് വൃഥാ യത്നിക്കേണ്ട കാര്യമില്ല. സർവശക്തനായ ഭഗവാൻ കൃഷ്ണനെ ഏവരും ആശ്രയിച്ചു കൊണ്ടാൽ മതി. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം, അതേപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഭാവാർത്ഥം ശീലപ്രഭാതിൻ്റെ. ഈ ഒരു ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പ് തരുന്നു. ഭക്തിയോഗം ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ബാക്കി നോക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിമനോഹരം. ആരാണോ എന്നെ ആരാധിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് എന്നിലേക്ക്, അല്ലെങ്കിൽ എന്നെ മാത്രം, അവിടെ പറയുന്നത് എന്നെ മാത്രം ആരാധിക്കുന്നത്, അനന്യമായിട്ട്, അനന്യതയെക്കുറിച്ചും പറയുന്നു. അനന്യമായിട്ട് ആരാണോ എന്നെ മാത്രം ആരാധിക്കുന്നത്, ബാക്കിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അങ്ങനെ ആരാണോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, സദാസമയത്തും എന്നെ ധ്യാനിക്കുന്നത്, അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ആരാണോ ഉള്ളത്, അങ്ങനെയുള്ളവരെ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും എന്നുള്ള ഉറപ്പാണ് ഭഗവാൻ ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിമനോഹരമായിട്ട് ഭഗവാൻ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ കണ്ടു. ഇനി അങ്ങോട്ടും പല സ്ഥലങ്ങളിലും ഭഗവാൻ പറയുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് കാണാം ഭഗവത്ഗീതയിൽ. ഭഗവാൻ വീണ്ടും വീണ്ടും അഷ്യൂർ ചെയ്യാണ്, വീണ്ടും വീണ്ടും നമ്മളോട് ഉറപ്പ് പറയാണ്, ഇങ്ങോട്ട് തിരിയൂ, ഇങ്ങോട്ട് തിരിയൂ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മാത്രം മതി, എൻ്റെ മുഖത്തോട്ട് തിരിയൂ, മുഖം തിരിച്ച് നടക്കാതിരിക്കൂ, ഇങ്ങോട്ട് തിരിയൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പ് ഞാൻ തരുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ, ആരാണോ അനന്യഭക്തർ, അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. 9-ാമത്തെ അധ്യായത്തിൽ പഠിച്ച ശ്ലോകമാണത്. അനന്യശ്ചിന്തയന്തോ മാം. ഇവിടെയും പറയുന്നു അനന്യമായിട്ട്, അതായത് അനന്യതയോട് കൂടിയിട്ട് ആരാണോ എന്നെ ആരാധിക്കുന്നത്, അവിടെയും അനന്യത പറയുന്നു. അനന്യത ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും പറയാറുണ്ട് അനന്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ ലക്ഷ്യം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ തന്നെ, ഇനി അതിനപ്പുറത്ത് വേറെ ആരുമില്ല. അതിൻ്റെ അർത്ഥം മറ്റുള്ള അവതാരങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാരെയോ നമ്മൾ അവരൊന്നുമല്ലാന്ന് വിചാരിച്ച് അവരെ എന്താ പറയുക, പുച്ഛിക്കുകയല്ല വേണ്ടത്. അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും തീർച്ചയായിട്ടും ബഹുമാനിക്കണം. എന്തിനും പറയും ദേവന്മാരുടെ കാര്യം, എല്ലാ മനുഷ്യരെയും എല്ലാവരെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും, എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും ഭഗവത് ഭാവം നമ്മൾ കാണണം, ഭഗവാനെ കാണണം. കാര്യം ഭഗവാനുണ്ട് എല്ലായിടത്തും, സർവ്വചരാചരങ്ങളിലുണ്ട് അദ്ദേഹം. ആ ഒരു ഭാവത്തോടുകൂടി, ഭഗവത് ഭാവത്തോടുകൂടി എല്ലാം നോക്കിക്കാണുകയും വേണം. കൂട്ടത്തിൽ നമ്മൾ ഭഗവാനെ അനന്യമായിട്ട് ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന്, ജന്മ മരണ ജരാവ്യാധി ഈ ചക്രത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീലപ്രഭുപാദിയുടെ ഭാവാർത്ഥം:
അദ്ദേഹം ഭാവാർത്ഥത്തിൽ പറയുന്നു, ശിലപ്രഭാജി വളരെ മനോഹരമായിട്ട് പറയുന്നു, ഈ ശുദ്ധഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാനെ ആകർഷിപ്പിക്കുന്നത്. ഭഗവാനെ ആകർഷിപ്പിക്കുന്നത് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഓരോ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്, നാച്ചുറലായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. നമ്മൾ എങ്ങനെയാണോ അച്ഛനും അമ്മയും, നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നമ്മൾ നാച്ചുറലി ബാധ്യസ്ഥർ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഡ്യൂട്ടി ഉള്ളത്, അതേപോലെ തന്നെയാണ് പരമദിവ്യത്വം പുരുഷൻ ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ അംശമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ സേവിക്കുക എന്നുള്ളത് നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നത് കാരണം ഭഗവാനെ നമ്മൾ ഓർക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സമയമുണ്ട്, ബാക്കി എല്ലാത്തിനും നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭാര്യയ്ക്ക്, ഹസ്ബൻഡും വൈഫും, ഭാര്യയും ഭർത്താവും വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം മനോഹരമായിട്ടുള്ള നെക്ലസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വള കൊടുക്കുന്നു. ഭർത്താവ് സ്നേഹത്തോടു കൂടി വാങ്ങിച്ച് കൊടുക്കുന്നു. അവർ തമ്മിലുള്ള റിലേഷൻ നല്ല റിലേഷനാണ്. നാച്ചുറലി ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാവോ ഇല്ലേ? സന്തോഷം ഉണ്ടാവോ, ഇല്ലാതിരിക്കുമോ? എന്തെങ്കിലും ഗിഫ്റ്റ് തരുമ്പോൾ ആരെങ്കിലും, പ്രത്യേകിച്ചും നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ, അതും ഒക്കേഷൻ, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ ഗിഫ്റ്റ് തരുന്ന സമയത്ത് തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും, അല്ലേ? അപ്പോൾ നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നു. സന്തോഷത്തോടു കൂടി ആ വള നമ്മൾ കയ്യിലിടുന്നു. ഇനി ആ വളയെക്കുറിച്ച് വേറെ ആരെങ്കിലും കൂടെ കമൻറ്റും കൂടെ പറഞ്ഞാലോ, വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു വള, ഇത് അപ്പോൾ പറയും, അപ്പോൾ ആരുടെ കയ്യിലാണോ വള കിടക്കുന്നത് അവർ പറയും, ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം വിവാഹ ആനിവേഴ്സറി സമയത്ത് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ഭർത്താവ്. അപ്പോൾ നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുള്ള ആൾ പറയും, അവർ പറയും, വളരെ നല്ല കാര്യം, നിങ്ങൾ തമ്മിൽ നല്ല റിലേഷനാണ്, ഭർത്താവ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നുണ്ട്, നല്ല കാര്യം, സന്തോഷമെന്ന് പറയും, അല്ലേ? പക്ഷേ അതൊക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ നാച്ചുറലി ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, ഭർത്താവിനെ സെർവ് ചെയ്യാനുള്ള ആഗ്രഹം, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, കൂടുതൽ കെയർ ചെയ്യുന്നു, കാര്യങ്ങൾ നോക്കുന്നു. കാര്യം ഓട്ടോമാറ്റിക്കലി ആ സ്നേഹബന്ധം അവിടെയുണ്ട്, അല്ലേ? പക്ഷേ പലപ്പോഴും ഇത് നോർമൽ ലോകത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ വളയിടാനുള്ള കൈ തന്ന ആളെ നമ്മൾ ഓർക്കുന്നില്ല പലപ്പോഴും. നെക്ലസ് ഇടാനുള്ള കഴുത്ത് തന്നിട്ടുള്ള ആളെ ഓർമ്മയില്ല. മൂക്കുത്തിയാണെങ്കിൽ മൂക്കുത്തി ഇടാനുള്ള മൂക്ക് തന്നത് ആരാണെന്ന് ഓർമ്മയില്ല. ഇനി സ്ത്രീകളുടെ കാര്യം മാത്രം പറയുന്നു എന്ന് വിചാരിക്കണ്ട. ഇനി നേരെ പുരുഷന്മാരുടെ കാര്യമാണെങ്കിലും, ഇനി ഭാര്യ പുരുഷന്, ഹസ്ബൻഡിന് ഒരു ഐ വാച്ച് കൊടുത്തു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കൈ ചെയിൻ വാങ്ങിച്ചു കൊടുത്തു എന്ന് വയ്ക്കുക, രണ്ടും സെയിം തന്നെ. ആ കേസിലും അങ്ങനെ തന്നെ. നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ജീവിതം. എന്നാൽ ഇതൊക്കെ തന്നിട്ടുള്ള ആളെ നമ്മൾ മറക്കുന്നു. അതാണ് പ്രശ്നം. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ നമ്മളിവിടെ എല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹിക്കാതിരിക്കരുത്, അവർക്ക് വേണ്ട സേവനങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷേ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ആ വ്യക്തിയെ മറന്നുകൊണ്ടായിരിക്കരുത് എന്ന് മാത്രം. അദ്ദേഹത്തെയും കൂടെ ഓർത്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി മാത്രമേ മാറ്റാനുള്ളൂ. നമ്മുടെ ചിന്താഗതിയെ മാറ്റണം. അതാണ് ചെയ്യുന്ന സർവീസസ് നമ്മൾ ചെയ്യുന്നു, പക്ഷേ ആ ചിന്താഗതി മാറ്റിക്കൊണ്ടുവരണം. അങ്ങനെ മാറ്റിയാൽ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോകാനുള്ള ആദ്യത്തെ പടിയാണ് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ബാക്കി ഭഗവാൻ നോക്കിക്കോളും. ഇവിടെ ഭഗവാൻ പറയുന്നു ശ്ലോകത്തിൽ, അതായത് ഭക്തിയുത സേവനങ്ങൾ ചെയ്തോളൂ, എന്നെ ആരാധിക്കൂ, അനന്യമായിട്ട് വേറൊന്നും നോക്കണ്ട, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ഇപ്പോൾ ശീലപ്രഭാജി പറയുന്നു, ഭാവാർത്ഥത്തിൽ മുന്നോട്ട് പറയുന്നു, ഭക്തിയുത സേവനങ്ങളെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ച് അവർ എപ്പോഴും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ചെയ്യുക.
വേറെ ഒന്നുമല്ല. അതായത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. എങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആവും. ശീല പ്രഭുപാദി പറയുന്നു, ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളാണ്, അത്ര നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ശീല പ്രഭുപാദി എളുപ്പമാർഗം പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോഴൊക്കെ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആവും. അതാണ് പറയുന്നത്. അപ്പോൾ നാമജപത്തിലൂടെ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കും. ഭഗവാന്റെ പേര് വിളിക്കുമ്പോൾ, ഒരാളുടെ പേര് നമ്മൾ വിളിക്കുമ്പോൾ ആ വ്യക്തി തിരിഞ്ഞു നോക്കുന്ന പോലെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കും. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളെ തിരിഞ്ഞു നോക്കുന്നു. അദ്ദേഹത്തിലേക്ക് ഭഗവാൻ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു കാര്യം ഭഗവാൻ ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് നാമമാണ്. നാമജപത്തിലൂടെ ഭഗവാനെ ഓർക്കുക എന്നുള്ളത്. അങ്ങനെ ഇവിടെ വരാഹ പുരാണത്തിലെ ഒരു ഉദാഹരണം പറയുന്നു. വരാഹ പുരാണത്തിലെ ഉദാഹരണം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ അഷ്ടാംഗ യോഗങ്ങളോ അങ്ങനെ മറ്റുള്ള യോഗാഭ്യാസങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള ഭഗവാന്റെ നാമം ജപിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഭഗവത്ഗീത ഭാഗവതം സത്സംഗത്തിൽ കൊണ്ട് ഭക്തരുടെ കൂടെ ഇരുന്നുകൊണ്ട് പഠിച്ച് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കേട്ട് മുന്നോട്ട് പോകുക. ഇത്രയും ചെയ്താൽ മതി. വലിയ അഷ്ടാംഗ യോഗമൊന്നും ചെയ്താലേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് എടുത്തു പറയുകയാണ് ഇവിടെ വരാഹപുരാണത്തിലെ ശ്ലോകത്തിലൂടെ. ശിലപ്രഭാത് പിന്നെ പറയുന്നു, ഭഗവാൻ അതായത് ഈ യോഗാഭ്യാസമൊന്നും കാണുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു. അല്ലാതെ യോഗ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം വന്ന് കൊണ്ടുപോകേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും പല യോഗാഭ്യാസത്തിലൂടെ വേറെ ഗ്രഹങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഇപ്പോൾ അഷ്ടാംഗ യോഗ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ പെർഫെക്ഷൻ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പല പല ഗ്രഹങ്ങൾ മാറി 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 മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ബ്രഹ്മലോകത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ മഹർലോകത്തിലേക്ക് പോകാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വൈകുണ്ഠ ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതേപോലെ യോഗാഭ്യാസം ചെയ്ത് അവിടെ വരെ എത്തുക എന്ന് പറയുന്നത് എന്നെങ്കിലും ഒരു ദിവസം എത്തും. പക്ഷേ അത് ഒരുപാട് സമയമെടുക്കും. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്താൽ മാത്രം മതി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ ശിലപ്രഭാജി പറയുന്നു, അദ്ദേഹം ഗരുഡനാണ് അദ്ദേഹത്തിൻ്റെ വാഹനം. അങ്ങനെ ഗരുഡനിൽ വന്ന് നമ്മളെ നേരിട്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് ഗജേന്ദ്രന് മുമ്പിൽ ഭഗവാൻ വന്നത്? നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഗജേന്ദ്രന് ശരിയാണ്, ഇന്ദ്രദുമ്ന മഹാരാജായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഭക്തിയുത സേവനങ്ങളും ശ്രീമൂർത്തി വിഗ്രഹ ആരാധനകളൊക്കെ അദ്ദേഹം ഓർത്തു. അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജന്മത്തിലെ സേവനങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഗജേന്ദ്രന് ഭഗവാനെ പെട്ടെന്ന് ഓർമ്മ വന്നതും ഗജേന്ദ്ര സ്തുതി അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ഭാഗവതത്തിൽ അതിമനോഹരമായിട്ട് പ്രാർത്ഥന ചെയ്യുന്നതും അല്ലേ. എന്നാൽ ഗജേന്ദ്രൻ അവിടെ നേരിട്ട് ഭഗവാന്റെ പേരൊന്നും വിളിക്കുന്നില്ല. ഗജേന്ദ്ര സ്തുതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അദ്ദേഹം പരമാത്മാവെന്ന് വിളിക്കുന്നുണ്ട്, ചില സർവ്വവ്യാപി എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിളിക്കുന്നത് അല്ലാതെ കൃഷ്ണ വിഷ്ണു എന്ന് എടുത്ത് പറയുന്നില്ല. കാര്യം ഗജേന്ദ്രൻ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള അങ്ങ്, അല്ലെങ്കിൽ ദേവദേവനായിട്ടുള്ള അങ്ങ്, പരമാത്മാവായിട്ടുള്ള അങ്ങ്, ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ പറയുന്നു നമ്മുടെ ആചാര്യന്മാർ, ഇങ്ങനെ ഗജേന്ദ്രൻ വിളിക്കുന്ന സമയത്ത് പല ദേവതമാരും ഇന്ദ്രൻ, ചന്ദ്രൻ, അങ്ങനെയുള്ള ദേവന്മാരെല്ലാവരും അവർ വിചാരിക്കുന്നു ഇനി ഗജേന്ദ്രൻ എന്നെയാണോ ഉദ്ദേശിക്കുന്നത്? കാര്യം അവരും സാധാരണ വ്യക്തികളല്ല, അവരെയും ആരാധിക്കുന്നവരുണ്ട്, ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഗജേന്ദ്രൻ പേരെടുത്ത് വിളിക്കാത്തത് കൊണ്ട് അവരോരോരുത്തരും വിചാരിക്കുന്നു ഞങ്ങളെ വിളിക്കുമാവും, ചിലപ്പോൾ ഞങ്ങളെ വിളിക്കുമായിരിക്കും എന്നാണ് അദ്ദേഹം
മറ്റുള്ളവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? പരമദൈവത്വം പുരുഷൻ കൃഷ്ണൻ, വിഷ്ണു, അവിടെ വൈകുണ്ഠത്തിലിരിക്കുന്ന വിഷ്ണുവിന് മനസ്സിലായി ഇത് എന്നെയാണ് വിളിക്കുന്നത് എന്നുള്ളത്. കാര്യം വിഷ്ണുവിനെ വിളിക്കുന്ന രീതിയിൽ അല്ല, ഗജേന്ദ്രൻ്റെ ഓരോ വിളിയും പരമാത്മാവ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ സർവ്വവ്യാപി എന്നൊക്കെ വിളിക്കുമ്പോൾ മറ്റുള്ള ദേവന്മാർക്ക് പോകാൻ പറ്റില്ല അവിടെ. അവർക്ക് സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ അങ്ങനൊരു ടൈറ്റിൽ അവരെ വിളിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു പേര് വെച്ചിട്ട് ദേവന്മാരെ വിളിക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആവും ചിലപ്പോൾ. ചില സമയത്ത് അവർ പറയും ഞാനല്ല, പരമാത്മാവ് ഭഗവാനാണെന്ന് പറയും, അങ്ങനെയും പറയാം. പക്ഷേ ചില സമയങ്ങളിൽ കാര്യം അവർ സകാമ ഭക്തരാണ്, പലപ്പോഴും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തരാണ്, എന്നാലും ആ ഒരു ശുദ്ധ ഭക്തിയുടെ ഒരു ലെവലിലേക്ക് എപ്പോഴും പറയാറില്ല. കാര്യം സകാമ ഭക്തരാണ്. അപ്പോൾ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾക്കും അല്ലെങ്കിൽ ആരാധനയ്ക്കുമൊക്കെ അവരും പലപ്പോഴും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. എന്നാലും അവർ വരിഷ്ഠരായിട്ടുള്ള ഭക്തർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആചാര്യന്മാർ പറയുന്നു ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ദേവന്മാർക്ക് അവരെ ആരെങ്കിലും വിളിക്കുമെന്ന്. പക്ഷേ ഗജേന്ദ്രൻ നേരിട്ട് ഭഗവാനെയാണ് വിളിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഗജേന്ദ്രനെ കൊണ്ടുപോകാൻ വേണ്ടി ഭഗവാൻ ഗരുഡൻ്റെ മുകളിൽ കയറി വരുന്നു. ഗരുഡനേക്കാൾ വേഗത്തിൽ പറന്നുകൊണ്ട് ആണ് വരുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഗരുഡൻ ഭഗവാനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഗരുഡൻ ആക്ച്വലി ഭഗവാനെ പുറത്തിരുത്തി കൊണ്ടുപോകേണ്ട ആളാണ്. അന്നത്തെ ദിവസം ഭഗവാൻ പറന്നു വരുന്നു, ഗരുഡൻ ഭഗവാനെ പിടിച്ച് നിൽക്കുന്നു. ഭഗവാന്റെ സ്പീഡ് കൂടി. കാര്യം ഇവിടെ എൻ്റെ ഭക്തൻ ആ മുതലയുടെ കടി കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഭഗവാനെ കണ്ട സമയത്ത് അദ്ദേഹം താമരയെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ആ സമയത്ത് മുകളിലോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാനെ കാണുന്നു, നാരായണനെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നു ഭഗവാന്റെ പേര്. അങ്ങനെ അദ്ദേഹം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അവിടെ ആ സമയത്താണ് അദ്ദേഹം നാരായണൻ എന്ന് വിളിക്കുന്നത്. അതുവരെ അദ്ദേഹം ഭഗവാന്റെ ഗൗണനാമങ്ങളായിരുന്നു വിളിച്ചിരുന്നത്. ഗൗണനാമം എന്ന് പറഞ്ഞാൽ, മുഖ്യനാമം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റുള്ള പേരുകൾ, ഗൗണനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേരുകൾ, അതായത് പരമാത്മാവ്, സർവ്വവ്യാപി, അങ്ങനെയുള്ള പേരുകളൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഗരുഡൻ്റെ മുകളിൽ ഭഗവാൻ വന്ന് കൊണ്ടുപോകുന്നതാണ് ശീല പ്രഭുപാദി ഇവിടെ പറയുന്നത്. നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിഷ്ണു ആവാം. ഇനി നമ്മുടെ ആരാധ്യദേവൻ വിഷ്ണു ആണെങ്കിൽ ഭഗവാൻ വിഷ്ണു ഗജേന്ദ്രൻ്റെ അടുത്ത് വന്ന പോലെ വരും. കൃഷ്ണനാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. കൃഷ്ണനും വന്ന് നമ്മളെ കൊണ്ടുപോകും ഭഗവാൻ. അപ്പോൾ എങ്ങനെയാണ്, ഏത് ആരാധനയാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ശീല പ്രഭുപാദി വീണ്ടും 2 പാരഗ്രാഫ് കഴിഞ്ഞ്, ചെറിയ പാരഗ്രാഫ് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ നാമത്തിലൂടെ നമുക്ക് ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. വേറെ ഒരു പ്രോസസ്സും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം ഭഗവത്ഗീതയിൽ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. വേറെ ഒരു ധർമ്മവും പാലിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ വേറെ ഒരു പ്രോസസ്സും, അതായത് ധ്യാനമാവട്ടെ, തപസ്സികളാവട്ടെ, യജ്ഞങ്ങളാവട്ടെ, ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ശരണം പ്രാപിച്ചാൽ മതി, അതെല്ലാം ഉപേക്ഷിച്ചോളൂ, എന്നെ ശരണം പ്രാപിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മോക്ഷയിഷ്യാമി മാ ശുചഃ, എല്ലാം നിൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ മാറ്റി നിന്നെ ഞാൻ എൻ്റെ കൂടെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. വീണ്ടും വീണ്ടും ഇത് കേട്ട പ്രോസസ്സാണ്, അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, ഭഗവാനും ശീല പ്രഭുപാദിയും ആചാര്യന്മാരും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഭാവാർത്ഥത്തിലുള്ളതും ഈവൻ ഭഗവാൻ പറയുന്നതൊക്കെ ഭാഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്, ഇത് തന്നെയല്ലേ വീണ്ടും കേൾക്കുന്നത്, ഇത് തന്നെയാണ് കേൾക്കേണ്ടത്. കാര്യം എത്ര കേട്ടിട്ടും നമുക്ക് സീരിയസ്നെസ് വരുന്നില്ലല്ലോ. അതുകൊണ്ട് കാര്യം അത്രമാത്രം അനർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, അത്രമാത്രം കണ്ടാമിനേറ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും. കാര്യം ഒരുപാട് ജന്മജന്മാന്തരങ്ങളിലെ ആ വാസനകൾ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഇംപ്രഷൻസ് ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ പോകുന്ന കാര്യമല്ല, സമയമെടുത്ത് പോകുന്നതാണ്. വീണ്ടും വീണ്ടും കേട്ടാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. കാര്യം അനന്യചിന്ത,
അനന്യമായിട്ട് 24 മണിക്കൂറും ഭഗവാനെ ചിന്തിക്കുന്നു, 24 മണിക്കൂറും ഭഗവത് സേവനങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെയായിരിക്കും. ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ആ ലെവലിലേക്ക് വരുന്നത് വരെ നമ്മൾ റിപ്പീറ്റഡ്ലി കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് അറിയാവുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ലെവലിലേക്ക് എത്തിയോ, നമ്മൾ ആ ശുദ്ധഭക്തരുടെ ലെവലിലേക്ക് എത്തിയെങ്കിൽ ഓക്കെ, പിന്നെ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നാൽ മതി. എത്താത്തോടത്തോളം കാലം സാധകരെ സംബന്ധിച്ച് ഇത് ഒരു പ്രോസസ്സ്. നമ്മളെപ്പോഴും കൂടുതൽ കേട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. എന്തിനും പറയണം, ഭാവഭക്തി എന്ന് പറയുന്ന സ്റ്റേജിലെത്തിയിട്ടുള്ള ഭരത് മഹാരാജന് പോലും മാനായിട്ട് ജനിക്കേണ്ടി വന്നു. അതിനുശേഷം വേറെ 3 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു പെർഫെക്ഷന് വേണ്ടി. വീണ്ടും ഭാവഭക്തിയിലെത്തിയ വ്യക്തി. അനർത്ഥ നിർവൃത്തി സ്റ്റേജിലാണ് നമ്മൾ ഓരോരുത്തരും കിടക്കുന്നത്. അവിടെയും അനർത്ഥ നിർവൃത്തി പോലും ആയിട്ടില്ല. ശ്രദ്ധ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടിയിട്ടില്ല. വിശ്വാസമുണ്ട്, ശരി, കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ടാവും. ഭഗവാനിനോടുള്ള വിശ്വാസത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗുരുവിനോടുള്ള വിശ്വാസം. ഭഗവാനോടുള്ള വിശ്വാസം മാത്രം പോരാ, ഗുരുവിനോടും അതേപോലെ വിശ്വാസം വേണം, ഗുരുവിൻ്റെ മുകളിലും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മളൊക്കെ തുടക്കത്തിൽ കിടക്കുവാണ്, ആദ്യത്തെ സ്റ്റേജസിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവസാന പ്രേമഭക്തിക്ക് മുമ്പുള്ള ഭാവഭക്തിയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ഭരത് മഹാരാജാവിന് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഒരു മാനിനോട്, ഒരു മാൻകുട്ടിയോട്. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലെത്തിയാൽ പോലും ആ സമയത്തും കേട്ടുകൊണ്ടിരിക്കുക. ഭാവഭക്തിയിലിരിക്കുന്ന ഒരാൾ പോലും ഭഗവാനെക്കുറിച്ച് സദാസമയം കേട്ടാൽ മാത്രമേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാര്യം ഭൗതിക ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. പല രീതിയിലൂടെ ആയിരിക്കും മായാദേവി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ പോലും അറിയാതെയാണ് കയറി വരുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി വന്ന് അറ്റാക്ക് ചെയ്യും. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടാവും, ശിലപ്രഭാജി പറഞ്ഞിട്ടുണ്ട് അത് പല സ്ഥലങ്ങളിൽ. അതായത് ഒരു ഒട്ടകത്തിൻ്റെ കഥ. ഒരു ഒട്ടകവും ഒരു ഒട്ടകത്തെ നോക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. കഥ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, എന്നാലും ഒരു ചെറിയ ഷോർട്ട് കഥയാണ്. അപ്പോൾ ഈ ഒരു ഒട്ടകമുണ്ട്, ഒട്ടകത്തിനെ നോക്കാനുള്ള ഒട്ടകത്തിൻ്റെ മുതലാളിയുണ്ട്. ഇവർ എവിടെയാണുള്ളത്? ഒട്ടകം സാധാരണ എവിടെയാണ് ഉണ്ടാവുന്നത്? മരുഭൂമിയിൽ. ഇവർ ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകും. ഇതാണ് സാധാരണ നടന്നു പോയി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോവും. അപ്പോൾ ഒരു പ്രാവശ്യം ഈ തണുപ്പ് കാലത്ത് ഒട്ടകത്തെ കൊണ്ട് ആ വ്യക്തി പോകുന്നു. ആ സമയത്ത് എന്താണ് അദ്ദേഹം ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, രാത്രി സമയങ്ങളിൽ അവർ നടക്കില്ല. രാത്രി സമയം അവർ വിശ്രമിക്കും. എവിടെയാണോ അവരുള്ളത് അവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് പോലെ കെട്ടി അവിടെ വിശ്രമിക്കും. അതാണ് ചെയ്യുക നോർമലി. പിന്നെ കാലത്ത് സൂര്യൻ ഉദിച്ചതിന് ശേഷം അവർ നടക്കും വീണ്ടും. അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പ് സമയമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇതുപോലെ രാത്രിയായി. അപ്പോൾ രാത്രിയായപ്പോൾ അവിടെ എവിടെയാണോ അവർ എത്തിയിട്ടുള്ളത് അവിടെ നിർത്തി അവർ ഈ മുതലാളി, അതായത് ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ, ഒരു ചെറിയൊരു ടെൻറ്റൊക്കെ കെട്ടി അവിടെ ആ ടെൻറ്റിനകത്ത് അദ്ദേഹത്തിന് കിടക്കാൻ, ചെറിയൊരു ടെൻറ്റ് അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി മാത്രം. കാര്യം അത്രയും തണുപ്പാണ്. ഒട്ടകത്തെ പുറത്ത് നിർത്തി ഇദ്ദേഹത്തെ പുറത്ത് കെട്ടിയിട്ട് ഇവിടെ അദ്ദേഹം അതിനകത്ത് ഇരുന്നു. എന്ത് സംഭവിക്കുന്നു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടകത്തിനും നല്ല തണുപ്പാണ് പുറത്ത്. ഇദ്ദേഹമാണെങ്കിൽ ടെൻറ്റിനകത്ത് കുറച്ച് ചൂടോടുകൂടി കിടക്കുവാണ്, സമാധാനമായിട്ട് കിടക്കുവാണ്. ഒട്ടകം പതുക്കെ ഒട്ടകത്തിൻ്റെ തല ആ ടെൻറ്റിനകത്തൂടെ അകത്തേക്ക് ഇട്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറേ രാത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്തോ, അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ ആരോ ഉള്ള പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അദ്ദേഹം നോക്കിയപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ തല മാത്രം അകത്തുണ്ട്. അപ്പോൾ ഒട്ടകത്തോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നല്ല തണുപ്പാണ് പുറത്ത്, എന്നോട് ക്ഷമിക്കണം, അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ഒരു തലയെങ്കിലും അകത്ത് വെക്കട്ടെ.
അങ്ങ് മുഴുവനും അകത്ത് കിടക്കുകയാണ്. എൻ്റെ ശരീരം പുറത്താണ്, തല മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല തണുപ്പാണ്. ഈ തല മാത്രമെങ്കിലും ഒരു അവസരം തരൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി, പാവം ഒട്ടകം പാവമല്ലേ, സാരമില്ല, എന്നാൽ ശരി, കുഴപ്പമില്ല, ഇനി തലയിട്ടിരുന്നോ, അങ്ങനെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം കിടന്നുറങ്ങി. അടുത്ത ദിവസം ഒട്ടകത്തിന് സന്തോഷമായി. കാര്യം നല്ല ബോസ്, നല്ല യജമാനൻ എനിക്ക് അവസരം തന്നു. അതായത് എനിക്കും അതിനകത്ത് കിടക്കാനുള്ള അവസരം തന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ തലയെങ്കിലും അകത്ത് വെക്കാനുള്ള ചാൻസ് തന്നു എൻ്റെ മുതലാളി. അതുകൊണ്ട് അടുത്ത ദിവസം നല്ലവണ്ണം പണിയെടുത്തു. യജമാനന് ഹാപ്പിയായി, സന്തോഷമായി. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. രാത്രിയായപ്പോൾ കുറച്ചും കൂടെ അവർ ഘോരമായിട്ടുള്ള മരുഭൂമിയിലേക്ക് പോയി. അപ്പോൾ തണുപ്പ് കൂടി വരുവാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. അങ്ങനെ ആ ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഒട്ടകം ഇതേപോലെ രാത്രിയായപ്പോൾ തലയിടുന്നു. തലയുടെ കൂടെ മുമ്പിലുള്ള 2 കാലും കൂടെ അകത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹം രാത്രിയായപ്പോൾ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ 2 കാലുണ്ട്, മുമ്പിലുള്ള 2 കാലും തലയും ഉണ്ട്. ഒട്ടകത്തോട് ചോദിച്ചു. ഒട്ടകം പറഞ്ഞു, നല്ല തണുപ്പാണ് പുറത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസത്തേക്കാളും തണുപ്പ് കൂടുതലാണ്, എനിക്ക് ഈ 2 കാലും ഈ തലയും വെക്കാനുള്ള ഒരു ചാൻസ് എങ്കിലും തരൂ. ഓക്കെ, ശരി, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ആവട്ടെ, സാരമില്ല, അങ്ങനെ ആവട്ടെ. എനിക്ക് കാര്യം ഓരോ ദിവസം കഴിയുമ്പോഴും ആദ്യം തലയിട്ടപ്പോൾ ആ വ്യക്തിക്ക് കിടക്കാനുള്ള സ്ഥലം അത്രയും കുറഞ്ഞു. കാര്യം ഒട്ടകത്തിൻ്റെ തല അവിടെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസമായപ്പോൾ കാലും കൂടെ വന്നു. അപ്പോൾ അത്രയും സ്ഥലം കുറഞ്ഞു. വളരെ കുറച്ച് സ്ഥലത്താണ് ഇദ്ദേഹം കിടക്കുന്നത്. അടുത്ത ദിവസം ഒട്ടകം ഒരുപാട് നന്ദി പറഞ്ഞു യജമാനോട്. ഒരുപാട് സന്തോഷമായി, ഒരുപാട് നന്ദിയുണ്ട് അങ്ങയോട്. ഇന്ന് എന്ത് പണി വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒട്ടകം ഹാപ്പിയായി. അയാൾ കുറേ പണി കൊടുത്തു. ഒട്ടകം എല്ലാം ഹാപ്പിയായിട്ട് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ചെയ്തു. അന്ന് രാത്രിയായപ്പോൾ വീണ്ടും തണുപ്പ് കൂടിയ വീണ്ടും ഓരോ ദിവസം കഴിയുമ്പോൾ തണുപ്പ് കൂടുന്നതുകൊണ്ട് രാത്രി ഇദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒട്ടകം എന്ത് ചെയ്യുന്നു, ഇതേപോലെ അകത്തോട്ട് കയറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പ് അദ്ദേഹത്തിന്. തണുപ്പ് നല്ലോണം ഫീൽ ചെയ്തിട്ട് അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ആകാശം കാണുന്നുണ്ട്, നല്ല നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം കംപ്ലീറ്റ്ലി പുറത്താണ്. നോക്കിയപ്പോൾ ഒട്ടകം ടെൻറ്റിനകത്ത് കയറി സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഇതിൽ നിന്നുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാദേവി ഇങ്ങനെയാണ്. ആദ്യം ആ ഒട്ടകം തലയിട്ടതുപോലെ ചെറുതായിട്ട് തലയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് നമ്മൾ ഒരു ചെറിയൊരു പഴുത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൂടെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, സാരമില്ല, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഴപ്പമില്ല, ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള, കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 2 കാലും കൂടെ മുമ്പിലോട്ട് വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ മായ അകത്തോട്ട് കയറും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ അവസാനം നമ്മൾ ഭക്തിയുടെ പാതയിൽ നിന്ന് പുറത്താവും. സോ ഇതേപോലെയാണ് മായ. ഓരോ ദിവസവും നമ്മളെ എങ്ങനെയാണോ ഈ ഒട്ടകത്തെ ഇവിടെ മായയായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, എങ്ങനെയാണോ ഈ വ്യക്തി ഒരു ദിവസം എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കുകയും അവസാനം സാമ്രാജ്യം എടുക്കുന്നു ഒട്ടകം, അതേപോലെ മായ നമ്മുടെ മനസ്സിനെ മുഴുവനുമായിട്ടും പിടിച്ചെടുക്കും. അതിന് അവസരം കൊടുക്കരുത്. അതുകൊണ്ട് തലയിടാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ ഭഗവത് സേവനങ്ങളിലേക്ക് വ്യാപൃതരാവാൻ വേണ്ടി ഓരോന്ന് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഗ്യാപ്പ് കൊടുത്താൽ പ്രശ്നമാണ്. ഗ്യാപ്പ് കൊടുത്താൽ അപ്പോൾ കയറി അറ്റാക്ക് ചെയ്യും. വളരെ 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 അപകടകരമായിട്ടുള്ള ഒരു ലോകമാണിത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാര്യം അത്രയും അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള സ്ഥലമാണത്. നമുക്ക് അത്രയും അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു കാരണവുമല്ല. പലതിനോടുള്ള അറ്റാച്ച്മെൻറ്റും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. അപ്പോൾ മായയ്ക്കൊരു ചാൻസ് കൊടുത്താൽ പിന്നീട് നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ടാവും. അപ്പോൾ ആ ഒരു ചാൻസ് കൊടുക്കാതെ നോക്കി എപ്പോഴും സത്സംഗങ്ങൾ കൂടി. അതുകൊണ്ട് എല്ലാ ദിവസവും സത്സംഗം നമുക്കുണ്ടാവണം. എല്ലാ ദിവസവും നമ്മൾ ഭഗവത്ഗീത ഭാഗവതം പഠിക്കണം. എല്ലാ ദിവസവും നാമം ജപിക്കണം. ഭഗവാനെക്കുറിച്ച് എന്നും കേൾക്കണം, വായിക്കണം. ഇതെല്ലാം ഡെയിലി റുട്ടീനിൽ നമുക്ക് വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ട്രാക്ക് പോവും. ഒട്ടകം കയറുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് മായ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും. അതോടുകൂടി
നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ പോലും അറിയില്ല വഴി മാറുന്നത്. ഇതാണ്, അത്രയും സ്കിൽഡാണ് മായ. കാര്യം മായ നമ്മുടെ ശത്രുവല്ല, ഭഗവാന്റെ സേവകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മളെ അത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത്രയും മാത്രം പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു ടെസ്റ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തകർന്നു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ടെസ്റ്റ് ആണെങ്കിലും, എങ്ങനെയാണോ കരിമ്പ് ജ്യൂസ്, നമ്മൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലൂടെയും ഇന്ദ്രിയ സുഖഭോഗങ്ങളിലൂടെയും നമ്മൾ ഈ ഒരു ലോകത്ത് ഇരിക്കുന്നിടത്തോളം കാലം പോയിക്കൊണ്ടിരിക്കും. പല പല ടെസ്റ്റുകളും പല പല രീതിയിലും ടെംപ്റ്റേഷൻസും നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു പരീക്ഷണമാണ്, ഇതൊക്കെ ഒരു എക്സാമിനേഷനാണ്, പരീക്ഷയാണെന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ കാണുക. എന്നാൽ സദാസമയം ഓർക്കുക, എന്തൊക്കെ ടെംപ്റ്റേഷൻ വന്നാലും ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും ഞാൻ ഭഗവാന്റെ നാമം വിടില്ല, ഭഗവാന്റെ നാമത്തെ ഞാൻ മുറുക്കെ പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഭഗവത് നാമത്തെ, ഭഗവാന്റെ തിരുനാമത്തെ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ നമ്മൾ മുറുക്കെ പിടിച്ചുകൊണ്ട് സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മാക്സിമം ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുക. ഈ ഒരു ചെടിയിൽ എപ്പോഴും പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അത് വാടിപ്പോവും. അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശ്ലോകത്തിലൂടെ. ഓക്കെ, അടുത്ത ശ്ലോകം. മയേവ മന ആദസ്ത്വാ മയി ബുദ്ധിം നിവേശയ നൈവിശിഷ്യസി മയി ഏവ അത ഊർധ്വം ന സംശയഃ. വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ. മയ്യേവ മന ആദസ്സ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. മയ്യേവ മനാഥൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമ ദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക. അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ ഭക്തിപൂർവ്വം മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് ആരംഭം മുതൽക്കേ അതീന്ദ്രിയമാണ് അയാളുടെ നില എന്നതിന് സംശയമില്ല. ഭക്തൻ ജീവിക്കുന്നത് ഭൗതിക തലത്തിലല്ല, കൃഷ്ണനിലാണ്. ഭഗവാന്റെ തിരുനാമത്തിനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. ഭക്തൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തിയും ആ നാവിന്മേൽ നൃത്തമാടുകയാണ്. ഭക്തൻ കൃഷ്ണനായി നൈവേദ്യം അർപ്പിക്കുമ്പോൾ ഭഗവാൻ സ്വയം അത് ആസ്വദിക്കുന്നു. ആ ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് ഭക്തൻ കൃഷ്ണവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരം സേവനക്രിയയിൽ ഏർപ്പെടാത്തവർക്ക് ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവുകയില്ല. എങ്കിലും ഭഗവത്ഗീതയും മറ്റു വൈദിക സാഹിത്യങ്ങളും ശുപാർശ ചെയ്യുന്ന പ്രക്രിയയാണിത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മൈ ഏവ മനസാ ആദസ്ത്വ മയി ബുദ്ധിം നിവേശയ. മയി ബുദ്ധിം നിവേശയ, എന്നിലേക്ക് നമ്മുടെ ബുദ്ധി, നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി, ഭഗവാൻ പറയുന്നു ബുദ്ധിയും മനസ്സിനെയും രണ്ടും ഭഗവാനിൽ സമർപ്പിക്കാനാണ് പറയുന്നത്. ആദ്യം മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണനിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഭഗവാനിലായിരിക്കും നമ്മളെപ്പോഴും ഭഗവാൻ പറയുന്നു, അവരെപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സേവനങ്ങൾ ചെയ്യുന്നു, അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ
പ്രൊട്ടക്ഷൻ ചെയ്യും എന്നും ഭഗവാൻ പറയുന്നു. അതിനൊരു സംശയവുമില്ല. ഭഗവാന്റെ കൂടെ തന്നെയായിരിക്കും നമ്മൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ സമർപ്പിക്കാനാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരമായിട്ടുള്ള മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാനിൽ സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെ തന്നെയുണ്ട്, അതിനൊരു സംശയവുമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. സോ ശില പ്രഭുപാദി പറയുന്നു, ഭക്തിയുത സേവനങ്ങളിലൂടെ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ടുള്ള റിലേഷൻ, അതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഭഗവാനെ നേരിട്ട് സേവിക്കുമ്പോൾ ശരിക്കും ഭഗവാനെ സേവിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ അതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമല്ല. അതേപോലെ ഭഗവാനെ നാമം ജപിക്കുമ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ നാവുകളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ വന്ന് ഡാൻസ് കളിക്കുന്ന പോലെയാണ്. ഇത് സംശയമുള്ള കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയാണോ? ആക്ച്വലി അങ്ങനെയാണ്. എന്നാൽ നമുക്ക് അതിനുള്ള രുചിയില്ലാത്തത് കൊണ്ടാണ്, നാമത്തിനോടുള്ള രുചിയില്ലാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. രുചിയുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവും. നമുക്കെന്താണെങ്കിൽ ഈ ജോണ്ടിസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും? ജോണ്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മഞ്ഞപ്പിത്തമുള്ള ഒരാൾക്ക് എല്ലാം കയക്കും അല്ലേ? എത്ര മധുരമുള്ളത് കൊടുത്താലും അവർക്ക് അത് കയപ്പായിട്ടാണ് തോന്നുന്നത്. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് എത്ര നല്ലതെന്തെങ്കിലും കിട്ടിയാലും അത് രുചിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം അസുഖമുണ്ട് നമുക്ക്. നമ്മുടെ അസുഖം എന്താണ്? മഞ്ഞപ്പിത്തം പോലെ. നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ എൻജോയ് ചെയ്തിരുന്നു കൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളിലുള്ള രുചി നമുക്കില്ലാതെയായിപ്പോയി. അതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ശില പ്രഭുപാദി പറയുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ ഡാൻസ് കളിക്കുന്ന പോലെയാണ് നാമം ജപിക്കുമ്പോൾ. ശ്രീല രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും അതേപോലെ മറ്റുള്ള ആചാര്യന്മാരൊക്കെ അവർക്ക് അങ്ങനെയായിരുന്നു ഫീലിങ്സ് ഉണ്ടായിരുന്നത്. അവർക്ക് എത്ര നാമം ജപിച്ചാലും എത്ര ഭഗവാനെക്കുറിച്ച് കേട്ടാലും അവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. കാര്യം അവർക്ക് ആ രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രൂപഗോസ്വാമി പാടുന്നത്, തുണ്ടേ താണ്ടി വിനീരതിം വിതനുദേ തുണ്ടാവലി ലബ്ധയേ കർണ ക്രോഡ കടംബിനി ഘടയത്തെ കർണാർബുദേഭ്യാസ്പൃഹാം ചേത പ്രാങ്കണ സംഗിനി വിജയതേ സർവേന്ദ്രിയാണാം കൃതിം നോ ജാനേ ജനിതാക്കിയദ്ഭിരമൃതേ കൃഷ്ണേതി വർണ്ണദ്വൈ. ഈ രണ്ടക്ഷരം, കൃഷ്ണ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ ഒരുപാട് അമൃതമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് എനിക്ക് എത്ര നാവുകൾ കിട്ടിയാലും മതിയാവില്ല, എനിക്ക് ആയിരക്കണക്കിന് നാവുകൾ വേണം. കാര്യം ഈ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് തോന്നുന്നു? കാര്യം അദ്ദേഹത്തിന് അതിനുള്ള രുചിയുള്ളത് കൊണ്ട്. അതേപോലെ എത്രമാത്രം ചെവികൾ കിട്ടിയാലും മതിയാവില്ല ഈ നാമത്തെ കേൾക്കുവാൻ വേണ്ടി. അതാണ് പറയുന്നത്. ആദ്യത്തെ തുണ്ടേ താണ്ടി വിനീരത്തിയും വിത്തനുദേ തുണ്ടാവലി ലബ്ധയെ, നാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് നാവ് ഞാൻ ആഗ്രഹിക്കുന്നു. കർണ ക്രോഡ കടംബിനി ഘടയത്തെ കർണാർബുദേഭ്യ സ്പൃഹാം. ആയിരക്കണക്കിന് നാവുകൾ ആഗ്രഹിക്കുന്നു, ആയിരക്കണക്കിന് ചെവികൾ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം വീണ്ടും വീണ്ടും ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ, നാമം കേൾക്കാൻ, ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ. അതേപോലെ ചേത പ്രാങ്കണ സംഗിനി വിജയതേ സർവേന്ദ്രിയാണാം കൃതിം. ഇനി ആ ഭഗവാൻ, ആ കൃഷ്ണ എന്ന് പറയുന്ന നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല അല്ലേ? ആ ഭഗവാൻ അല്ലെങ്കിൽ ആ നാമം നമ്മുടെ ഹൃദയത്തിൽ കയറുന്ന സമയത്ത് ഹൃദയത്തിൽ നൃത്തം കളിക്കുന്നു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലാ ഇന്ദ്രിയങ്ങളും, മനസ്സും ഇന്ദ്രിയവും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ വരുന്നു. ആക്ച്വലി അനങ്ങാതെയാവുന്നു എന്ന് പറയുന്നു, നിശ്ചലമാവുന്നു. ഇതാണ് രുചിയുള്ള ആളുകളുടെ ഭാവം. രാധേതി നാമ നവസുന്ദര സീതു മുഗ്ധം കൃഷ്ണേതി നാമ മധുരാത്ഭുത ഗാഠദുക്തം. അങ്ങനൊരു ശ്ലോകം കൂടെയുണ്ട്. അവിടെയും പറയുന്നു, രാധേതി നാമ നവസുന്ദര
സീതുമുക്തം. കൃഷ്ണൻ രാധാറാണിയുടെ നാമം വളരെ സ്വാദുള്ള നവസുന്ദര സീതുമുക്തം, വളരെ ടേസ്റ്റുള്ള കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള അമൃത് പോലെയാണെന്ന് പറയുന്നു. കൃഷ്ണേതി നാമ മധുരാത്ഭുത ഗാഢ ദുഗ്ധം. കൃഷ്ണൻ്റെ നാമമാണെങ്കിൽ എന്തുപോലെയാണെന്ന് പറയുന്നു? ഈ കുറുക്കിയിട്ടുള്ള പാല് പോലെ മധുരമുള്ള. അപ്പോൾ അമൃതും കുറുക്കിയ പാലും കൂടെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിമനോഹരമായിട്ട്. അത് പിന്നെ തണുപ്പിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിലോ അതിമനോഹരം. രാധേതി നാമ നവ സുന്ദര സീതുമുക്തം കൃഷ്ണേതി നാമ മധുരാത്ഭുത ഗാഢദുക്തം സർവക്ഷണം സുരഭിരാഗ ഹിമേന രമ്യം കൃത്വാ തദേവ പിബമേ രസനേ ശുതാർത്ഥേ. ഇത്രയും മനോഹരമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം, രാധാനാമം കൃഷ്ണനാമവും അടങ്ങിയിട്ടുള്ളതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ അതിമനോഹരമായിട്ടുള്ള മധുരമുള്ള ആ ഒരു കുറുക്കിയ ആ പാലിനകത്ത് വീണ്ടും മധുരമുള്ള അമൃത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കൂട്ടത്തിൽ അത് തണുപ്പിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രാഗഹിമേന രമ്യം. ഹിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിക്കുക. രാഗമെന്ന് പറയുന്നത് ഈ നാമം ചൊല്ലാനുള്ള ആ ഒരു രാഗം അല്ലെങ്കിൽ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു രുചി. ആ രുചിയാണ് ഇതിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പായസം മാധവേന്ദ്രപുരി പറയുന്ന പോലെ അദ്ദേഹം ക്ഷീർ സ്റ്റോർ ഗോപിനാഥന് ഓഫർ ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു അമൃത കേളി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള പായസം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതിൻ്റെ രുചി എങ്ങനെയായിരിക്കും എന്ന്. അതേപോലെ അമൃത കേളി പോലെ വളരെ മനോഹരമായിട്ടുള്ള പായസത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയുള്ളത്? നമ്മുടെ നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. കൃത്വാ തദേവ പിബമേ രസനേ ശുതാർത്ഥേ. അപ്പോൾ നാവിനോട് പറയുവാണ്, ഈ നാവിന് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറെ കാര്യങ്ങൾ രുചിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാവ്. എന്നാൽ ഈ നാമത്തെ രുചിക്കാൻ ആഗ്രഹമില്ല. അതാണ് അവസ്ഥ. അതാണ് നമ്മുടെ അവസ്ഥ. എല്ലാം ഉണ്ട്, പക്ഷേ രുചിയില്ല. ശില പ്രഭുപാജി ഇവിടെ പറയുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ നാവിൽ ഭഗവാൻ ഡാൻസ് കളിക്കുന്ന പോലെ തന്നെയാണ്. അതേപോലെ ഭഗവാന് സമർപ്പിച്ച പ്രസാദം നമ്മൾ കഴിക്കുമ്പോൾ, നമ്മൾ ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വലൈസ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആവുന്നു. അങ്ങനെ നാവിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ നമ്മൾ എൻഗേജ് ആക്കി വെക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഭഗവാനിൽ തന്നെ ഉണ്ടാവും, ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഭഗവാൻ നമ്മളെ വിട്ടുപോവില്ല. അല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരുടെ കൂടെയുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവരോട് കൂടെ ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, എല്ലാ പ്രൊട്ടക്ഷനും അദ്ദേഹം തരുന്നു. ഒന്നും പിന്നെ ആലോചിച്ച് നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല, കൂടെ അദ്ദേഹമുണ്ട്. അതാണ്. അപ്പം നാമത്തെ ആശ്രയിക്കാൻ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീല പ്രഭുപാജി ഈ 2 ശ്ലോകങ്ങളിലായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിനെക്കുറിച്ചും നാമത്തിലൂടെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിനെക്കുറിച്ചും ഭഗവാൻ പറയുന്നതും ശ്രീല പ്രഭുപാജി അതിനെ നാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം ഈ ഒരു കാലത്ത് ഭഗവാനിലേക്ക് മനസ്സിനെ ഫിക്സ് ചെയ്യുക, അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുള്ള നാമമാണ് അല്ലേ? ഭഗവാന്റെ നാമത്തിലൂടെയും ഭഗവത് കഥകളിലൂടെയും ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോഴും ശ്രവണവും കീർത്തനത്തിലൂടെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശ്രീല പ്രഭുപാജി വീണ്ടും എടുത്തു പറയുന്നത് നാമത്തെക്കുറിച്ച്, നാമത്തെ ആശ്രയിക്കാൻ വേണ്ടി. ഓക്കെ 2 ശ്ലോകം എടുത്തുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്ലോകം 9 മുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശ്രീ ഭഗവത്ഗീത की जय, जगद्गुरु शिला प्रभुपाद की जय, शिला गुरुदेव की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय,
श्री वृंदावन धाम की जय। जय जय श्री राधे श्याम। थैंक यू। हरे कृष्णा।